ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 9ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് തിങ്കളാഴ്ച മാത്സ് ആണ് എക്സാം. അപ്പോൾ മാത്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തീർച്ചയായും എക്സാമിന് വരും. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ ട്രയാങ്കിൾ ABC, P is the midpoint of side AB and Q is the midpoint of the side AC. അപ്പോൾ എന്താ, ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ABയുടെ മിഡ് പോയിന്റ് ആണ് P. അതുപോലെ തന്നെ എന്താണ്, ACയുടെ മിഡ് പോയിന്റ് ആണ് Q. ഓക്കെ, ദെൻ ലെങ്ത് ഓഫ് PQൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. PQ ഈസ് 7 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BCയുടെ ലെങ്ത് എത്രയായിരിക്കും? BCയുടെ ലെങ്ത് 14 സെൻറ്റിമീറ്റർ ആയിരിക്കും. PQ 7 ആണെങ്കിൽ BC എത്രയായിരിക്കും? BC 14 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫില്ലപ്പ് ലൈൻസ് PQ ആൻഡ് BC ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ലൈൻസിൽ PQവും BCയും എങ്ങനെയാണ്? PQ ആൻഡ് BC ആർ പാരലൽ, രണ്ടും പാരലലാണ്. കൂട്ടുകാര് ഇതിൽ ആ ഫിഗർ വരച്ചിട്ട് നോക്കിയിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ വരച്ചാൽ സിമ്പിളായിട്ട് കിട്ടും. ട്രയാങ്കിൾ ABC വരച്ച് നോക്കുക, അതിൽ P മാർക്ക് ചെയ്യുക, Q മാർക്ക് ചെയ്യുക, അങ്ങനെ എല്ലാം മാർക്ക് ചെയ്താൽ നമുക്ക് ഈ ആക്ടിവിറ്റി സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ DEF ആർ സിമിലർ. അപ്പോൾ ABC ട്രയാങ്കിളും അതുപോലെ തന്നെ DEF ട്രയാങ്കിളും സിമിലർ ആണ്. AB എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്, BC എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കൂട്ടുകാർ ആ ഫിഗറിൽ നോക്കണം, എന്നാലാണ് മനസ്സിലാവുള്ളൂ. AC എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററും DE എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് DFൻ്റെ ലെങ്ത് എത്രയായിരിക്കും? DFൻ്റെ ലെങ്ത് എത്രയായിരിക്കും? DFൻ്റെ ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. 6. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് EFൻ്റെ ലെങ്ത് എത്രയായിരിക്കും? EFൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. എ തിൻ അയൺ ബാർ ഈസ് ബെൻഡ് ടു മേക്ക് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 7 സെൻറ്റിമീറ്റർ. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ മെയ്ഡ് ബൈ ബെൻഡിങ് എ അയൺ ബാർ ഡബിൾ ദ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ഡബിൾ ലെങ്ത് ഉള്ള ഒരു വയർ എടുത്തിട്ട് നമ്മളിങ്ങനെ സർക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും? 7ൻ്റെ ഡബിൾ ആയിരിക്കും. അതായത് 7 × 2 = 14 ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഒരു ലോ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ ഓഫ് ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് ദ സെയിം ആസ് ദ റേഷ്യോ ഓഫ് ദ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ അതാണ് ഇങ്ങനെ വരാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ DEF ആർ സിമിലർ. അപ്പോൾ തന്നിരിക്കുന്ന ട്രയാങ്കിൾസ് ആയ ABCയും അതുപോലെ തന്നെ DEFും സിമിലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടൈംസ് AB ഈസ് DE? എത്ര ടൈംസ് AB ആണ് DE എന്ന് പറയുന്നത്? എത്ര ടൈംസ് ആണ്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 1.5 ടൈംസ് ആണല്ലേ. ഇനി രണ്ടാമത്തെ B ക്വസ്റ്റ്യൻ, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ABC ഈസ് 1.5 സെൻറ്റിമീറ്റർ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ DEF? അപ്പോൾ എന്താണ്, ABC ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 1.5 ആണെങ്കിൽ മറ്റതിൻ്റെ, അതായത് DEF എന്ന ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? 2.25 സെൻറ്റിമീറ്റർ ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, DEF എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½ ആണ്. ഇപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 7.5ഉം അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.25 ആണ്. അതായത് ½ × 7.5 × 2.25 ചെയ്താൽ നമുക്ക് 8.438 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ മോഡ് x-2? മോഡ് x-2 എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് x-2 മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x ആൻഡ് 2. ഇനി നെക്സ്റ്റ് B ക്വസ്റ്റ്യൻ, if mod x-2 is equal to
mod x minus 2 is equal to mod x minus 3, what is the value of x? അപ്പോൾ if x minus 2 is equal to mod x minus 2 is equal to x minus 3 ആണെങ്കിൽ എന്തായിരിക്കും എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? The distance between x and 2 and the distance between x and 3 are equal. അതായത് ഈ എക്സ് മൈനസ് ടുവിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ എക്സ് മൈനസ് ത്രീയുടെ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. സോ എക്സ് ഈസ് ദ മിഡിൽ ഓഫ് 2 and 3. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? 2ൻ്റെയും 3ൻ്റെയും മിഡിലാണ് എക്സ് എന്ന് പറയുന്നത്. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 2 + 3/2 വിച്ച് ഈസ് ഈക്വൽ ടു 5/2. 5/2 മീൻസ് എത്രയാണ്? 2.5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണ്. അടുത്ത ചോദ്യം, ഓഫ് ദ നമ്പർ 0 and -3 വിച്ച് ഈസ് ഗ്രേറ്റർ? അപ്പോൾ 0യും -3യും വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഗ്രേറ്റർ? ഏതാണ് 0? ദെൻ ഓഫ് ദ നമ്പേഴ്സ് -3 and -4 വിച്ച് ഈസ് ഗ്രേറ്റർ? അപ്പോൾ ഏതാണ്? -3യും -4ഉം വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഗ്രേറ്റർ? -3. ദെൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -3 and 4? അതായത് മോഡ് -3 -4 ഈസ് ഈക്വൽ ടു മോഡ് 7 എന്ന് കിട്ടും. അതായത് മോഡ് -7 എന്ന് കിട്ടും. മോഡിൻ്റെ ഉള്ളിൽ ഏത് വാല്യൂ മൈനസ് വന്നാലും അത് പോസിറ്റീവ് ആണ്, അതായത് +7. ഇനി നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -3 and -4? അപ്പോൾ അത് കാണാൻ മോഡ് എടുക്കുക, മോഡ് -3 -4 ചെയ്യുക. അപ്പോൾ നമുക്ക് മൈനസും കൂടി കൂട്ടിയിട്ട് +4 ആയിരിക്കും. അതായത് മോഡ് ഓഫ് -3 + 4 ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് 1 എന്ന് കിട്ടും. മോഡ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.